നമസ്കാരം. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നാലാം ദിവസവും നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 25,244-ലും സെൻസെക്സ് 82,755-ലും. സെൻസെക്സിന് 82,700-ന് മുകളിലും നിഫ്റ്റിക്ക് 25,200-ന് മുകളിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചു. BSE സ്മോൾ ക്യാപ്പ് 1.5%, മിഡ് ക്യാപ്പ് 0.63% പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവായിരുന്നു. ഓട്ടോ, കൺസ്യൂമർ ഡ്യൂറബിൾ, IT, ടെലികോം, ഹെൽത്ത് കെയർ, മീഡിയ സെക്ടറൊക്കെ 1 to 2% പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു. ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതും അതുപോലെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $70 താഴെ നിൽക്കുന്നതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായി. കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായ പോസിറ്റീവ് ക്ലോസിംഗ് ഇന്നും നിലനിർത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി അടുത്തത് മാർക്കറ്റിനെ സംബന്ധിച്ച് ട്രംപ് തുടങ്ങി വെച്ച താരിഫ് യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. പകരം കാലാവധി, അതായത് പകരം താരിഫ് ചുമത്തുന്ന കാലാവധി ജൂലൈ 9-ന് അവസാനിക്കുകയാണ്. US യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തർക്കം വീണ്ടും നിലനിൽക്കുന്നു. UK മാത്രമേ ഏകദേശം ഒരു ധാരണയായിട്ട് മാറിയിട്ടുള്ളൂ. ചൈനയുമായിട്ട് റയർ എർത്ത് മെറ്റൽസിന്റെ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. കരാർ ഒപ്പിടാനാവാതെ വന്നാൽ, അല്ലെങ്കിൽ ട്രംപിന്റെ ഭാഗത്തുനിന്ന് വീണ്ടും തീരുവ ചുമത്തുന്ന ഒരവസ്ഥ വന്നാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചും ചുമത്തുമെന്ന് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ചർച്ചകൾ തുടരുകയാണ്. ഇന്ത്യയുമായിട്ടുള്ള ചർച്ചകളിലും ഒരു സമവായത്തിലെത്താനായിട്ട് വൈകുന്നുണ്ട്. ഒരു ഹ്രസ്വകാല കരാറിന് വേണ്ടിയിട്ട് ഇന്ത്യയും US-ഉം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഇതുവരെയായിട്ടും ഒന്നും തീരുമാനമായിട്ടില്ല. മിക്ക വിപണികളും, പ്രത്യേകിച്ച് ഏഷ്യൻ വിപണികളെല്ലാം ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. യൂറോപ്യൻ വിപണി ഇപ്പം നെഗറ്റീവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യാപാര കരാറിന്റെ അനിശ്ചിതത്വമായിരിക്കാം ഇങ്ങനെ വരാൻ കാരണം. മറ്റൊന്ന്, ഹൗസ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് കമ്മിറ്റിക്ക് മുമ്പാകെ ഫെഡ് ചെയർമാന്റെ അഭിപ്രായ, അതായത് പണനയത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സെമി ആനുവൽ മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ വിലയിരുത്തലും അതുപോലെ ഇൻഫ്ലേഷനെ സംബന്ധിച്ചും ട്രംപിന്റെ താരിഫിനെ സംബന്ധിച്ചുള്ള അഭിപ്രായത്തിന് പൊതുവെ എല്ലാ വിപണികളും ശ്രദ്ധിക്കുന്നുണ്ട്. നാളത്തെ വിപണിയുടെ പ്രകടനത്തെ ഒരുപക്ഷെ അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.